CSI മധ്യകേരള സൗത്ത് കേരള ഡയോസിസ് എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലെ ഏറ്റവും പ്രബലമായ ഒരു സഭയാണ്. 600 ഇടവകളിലും ഏതാണ്ട് 3.5 ലക്ഷത്തോളം ജനങ്ങളുമുള്ള തിരുവനന്തപുരം ജില്ലയിൽ മാത്രമുള്ള ഒരു സഭയാണ് ഇതിന് പ്രധാനമായിട്ടും അടിത്തറ നൽകുന്നത്. അവരുടെ കോമ്പീസുകളാണ് നടത്തുന്നത്. അവരുടെ ഒരു താല്പര്യമാണ് ഇത്. കാരണം 5000-ലധികം സ്റ്റാറുകളാണ് ഇപ്പൊ നിങ്ങൾ വന്നപ്പോൾ കണ്ടു കാണും. ഏകദേശം പകുതിയിലധികം സ്റ്റാറുകൾ വെച്ച് കഴിഞ്ഞു. ഇനി ബാക്കി സ്റ്റാറുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം LMS ക്യാമ്പസിന്റെ ഒരു കോൺട്രിബ്യൂഷനും അവരുടെ ഒരു ഐഡിയയും കൂടെ ഒക്കെയാണ്. അപ്പൊ അത്തരത്തിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതെല്ലാം മാസ്റ്ററായിട്ട് ചുക്കാൻ പിടിക്കുന്നത് CSI സഭയുടെ ഒരു ബേസ് ആണ്. ഈ തിരുവനന്തപുരത്തിന്റെ ഏറ്റവും ഒരു ഹാർട്ട് ഓഫ് ദ സിറ്റി എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ് LMS കോമ്പൗണ്ട്. നമ്മുടെ സെക്രട്ടേറിയറ്റ്, മ്യൂസിയം, സ്റ്റേഡിയങ്ങൾ, ഇതിന്റെ എല്ലാം മധ്യത്തിലിരിക്കുന്ന മസ്കറ്റ് ഹോട്ടൽ, ഇതിന്റെ എല്ലാം മധ്യത്തിലിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു അട്രാക്റ്റീവ് പ്ലേസ് ആണ്. അത് നേതൃത്വം നൽകുന്നവരാണ്. അവരുടെ ഇടവകളിൽ നിന്ന് ധാരാളം ആളുകൾ അവരുടെയും കൂടെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ആക്സ് പ്രിയപ്പെട്ട ജയരാജ് അച്ഛൻ പാസ്റ്റൽ ബോർഡ് സെക്രട്ടറി ആണെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 700ഓളം വരുന്ന വൈദികരുടെ നേതൃത്വം കൊടുക്കുന്ന വൈദികനാണ്. ടോപ്പാണ്. അച്ഛനാണ് ഇതിന്റെ ജനറൽ കൺവീനറായിട്ട് നേതൃത്വം നൽകുന്നത്. അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അസംബ്ലീസ് ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസ് എന്ന് പറയുന്ന ഒരു ആഗോള സംഘടനയാണ്. അതിൽ ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ജോർജ് സെബാസ്റ്റ്യൻ, അദ്ദേഹം സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ സജീവമായി ഉണ്ടായിരുന്ന ആളാണ്. ഈ ആക്സ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ബ്രീഫിംഗ് തരട്ടെ. ഇത് ക്രൈസ്തവ വിഭാഗത്തിലെ മുഴുവൻ സഭകളെയും കോർഡിനേറ്റ് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എപ്പിസ്കോപ്പൽ സഭകൾക്കും പ്രൊട്ടസ്റ്റന്റ് സഭകൾക്കും പെന്തക്കോസ്ത് സഭകൾക്കും പ്രത്യേകമായ ഗ്രൂപ്പുകളുണ്ട്. എന്നാൽ ഇതിനെല്ലാം കൂടെ പെന്തക്കോസ്ത് സഭകള്, എപ്പിസ്കോപ്പൽ സഭകള്, പ്രൊട്ടസ്റ്റന്റ് സഭകള്, ഇൻഡിപെൻഡന്റ് സഭകൾ, ഇതിനെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സംഘടനയാണ് ആക്സ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് സർവീസ്. അപ്പൊ അതിന്റെ ജനറൽ സെക്രട്ടറിയാണ് പ്രിയപ്പെട്ട ജോർജ് സെബാസ്റ്റ്യൻ സാറ്. മറ്റു പല മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഈ നാടിൻ്റെ ഒരു മഹോത്സവമാക്കി ഓണം എങ്ങനെ ആഘോഷിക്കുന്നു അനന്തപുരിയിൽ, അതുപോലെ തന്നെ ഈ പുതുവർഷവും ക്രിസ്മസും അതേ നിലയിലേക്ക് വലിയൊരു ഉത്സവമാക്കി നഗരത്തിൻ്റെ മേളയാക്കി മാറ്റാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിന് ഏറ്റവും വലിയ സേവനവും സംഭാവനയും ചെയ്യേണ്ട ആളുകൾ നിങ്ങളാണ്. വലിയ പ്രബലമായ മാധ്യമങ്ങൾക്കാൾ ഉപരിയായി സാജൻ പറഞ്ഞ പെട്ടെന്ന് ആളുകളുടെ മനസ്സിൽ എത്തുന്ന അല്ലെങ്കിൽ കൈകളിൽ എത്തുന്ന വാർത്തകൾ നിങ്ങളുടേതാണ്. അപ്പോൾ ഇതിനെ പരമാവധി വിജയിപ്പിക്കാനുള്ള നിങ്ങളുടെ എല്ലാ സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. 20-ാം തീയതി വൈകുന്നേരം ഇതിൻ്റെ ഈ നക്ഷത്ര വിളക്കുകളും നമ്മുടെ ഈ ക്രിസ്മസ് ട്രീയുടെയൊക്കെ ലൈറ്റ്സ് ഓൺ കർമ്മമുണ്ട്. 6 മണിക്കാണ്. 21-ാം തീയതിയാണ് ഉദ്ഘാടന സമ്മേളനം. അതിനുശേഷമുള്ള എല്ലാ ദിവസങ്ങളിലും പ്രധാനപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ, മന്ത്രിമാരോ സാമൂഹ്യ രംഗത്തുള്ള പ്രഗത്ഭരായവരോ വിവിധ സഭകളുടെ ഉന്നതരായ ബിഷപ്പുമാരും ഉൾപ്പെടെയുള്ള ആളുകൾ അവരെല്ലാം പങ്കെടുക്കുന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു ചെറിയൊരു മീറ്റിംഗ് എല്ലാ ദിവസവും ഉണ്ടാവും. അതുപോലെ ഈ 6 മണി മുതൽ എല്ലാ ദിവസങ്ങളിലും വിവിധ ചർച്ചകളുടെയും സ്കൂളുകളുടെയും കോളേജുകളുടെയും കലാപരിപാടികൾ ഉണ്ടാവും. അതിനുശേഷം ഈ സമ്മേളനം നടന്നിട്ട് ഈ പ്രൊഫഷണൽ രംഗത്തുള്ള പ്രധാനപ്പെട്ട കലാകാരന്മാർ സന്ദേശം ആ മീറ്റിംഗ് 1/2 മണിക്കൂർ. അതിനുശേഷമാണ് ഈ പ്രധാനപ്പെട്ട കലാകാരന്മാർ അവരുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളുണ്ടാവും. ഈ 3 മണി മുതൽ 10 മണി വരെയാണ് ഇതിൻ്റെ പ്രവേശനം ഇപ്പോൾ ക്രമീകരിച്ചു. കാരണം പകൽ സമയത്ത് നല്ല വെയിലായിരിക്കും. അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേന് ആളുകൾക്ക് വലിയ വെയിലൊന്നും വെക്കാതെ നല്ല അന്തരീക്ഷമുള്ള ഈ ഏരിയ എന്ന് പറയുന്നത്. അപ്പം സ്വസ്ഥമായി വന്ന് ഒരു 6-7 മണിക്കൂർ ചെലവഴിക്കാനുള്ള ഒരു സംവിധാനം എന്നാണ് നിങ്ങൾ കാണുന്നത്. എല്ലാ തരത്തിലും ആളുകൾക്ക് ആഹ്ലാദിക്കാൻ കഴിയുന്ന വലിയൊരു സന്ദേശം ഇന്നാണ് എത്തിക്കുന്നത്. അതാണ് ഈ മേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ മാത്രമായ ഒരു ആഘോഷം എന്ന നിലയിലല്ല ഞങ്ങൾ കാണുന്നത്. ഈ നാട്ടിലെ എല്ലാ ക്രൈസ്തവ ഇതര ആത്മീയ പ്രസ്ഥാനങ്ങളും മറ്റ് സാമൂഹിക പ്രസ്ഥാനങ്ങളും അവരെല്ലാം ഒരുമിച്ചുകൊണ്ടാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. സാജൻ അതിനെക്കുറിച്ച് പറഞ്ഞ് നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിലെ സ്വാമിജി ഉൾപ്പെടെ പാളയം ഇമാമടക്കം മറ്റ് നിരവധി ഇതര സാമൂഹിക പ്രസ്ഥാനങ്ങൾ അവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ മേളയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഈ നാടിൻ്റെ ഒരു മഹോത്സവമാക്കി മാറ്റുവാൻ നിങ്ങളുടെ എല്ലാം സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ സഭ ക്രിസ്മസ് ആഘോഷം പ്രത്യേകിച്ച് തിരുവനന്തപുരം പട്ടണത്തിൽ
ഏറ്റവും നന്നായി ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് കഴിഞ്ഞ 25 വർഷത്തിലേറെ വളരെ ഭംഗിയായി ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നത് നമ്മുടെ LMS കോമ്പൗണ്ടാണ്, നമ്മുടെ സഭയാണ്. ഇപ്രാവശ്യം നമ്മൾ ട്രിവാൻഡ്രം ബെസ്റ്റ് എന്ന പേരിലാണ് ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്ക് നമ്മുടെ ദക്ഷിണ കേരള മഹായിടവ മാത്രമല്ല, മഹായിടവയ്ക്ക് അഭ്യുദയകാംക്ഷികളായ നിരവധി മതപ്രസ്ഥാനങ്ങളെയും രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യമുള്ള ട്രിവാൻഡ്രം ഫെസ്റ്റ് എന്ന പേരിൽ ഈ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അവിടെ കേട്ടതുപോലെ 12 ദിവസത്തെ പ്രോഗ്രാമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 21 മുതൽ 1-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് നടക്കുന്നത്. ഓരോ ദിവസവും സാംസ്കാരിക സമ്മേളനങ്ങളുണ്ട്. രാഷ്ട്രീയ സാമൂഹിക മതമേഖലകളിൽ പ്രഗത്ഭരായ ആളുകളാണ് വേദി പങ്കുവയ്ക്കുന്നത്. 7 മണി മുതൽ 7:30 വരെയുള്ള സമയത്താണ് ഈ സാംസ്കാരിക സമ്മേളനം നടക്കുന്നത്. അതിനുശേഷം കേരളത്തിലെ പ്രധാനപ്പെട്ട കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മെഗാ ആഘോഷ പരിപാടികളാണ് ക്യാമ്പസിൽ അരങ്ങേറുന്നത്. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തിരുവനന്തപുരം പട്ടണത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിക്കുന്ന ഒരു ആഘോഷമാണ് നമ്മൾ സംഘടിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അതിലെല്ലാവരും അണിചേരുന്നുണ്ട്, എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. സാംസ്കാരിക കേരളത്തിന്റെ ആ മഹത്വത്തെ വാനോളം ഉയർത്തുന്ന തരത്തിലുള്ള ഒരു മഹനീയമായ ഒരു ഫെസ്റ്റിവലാണ് ഇവിടെ അണിയിച്ചൊരുക്കുന്നത്. രണ്ടാമത് ഈ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന വേളയിൽ എല്ലാവരും ഒരുമിപ്പിക്കുക എന്നത് നമ്മുടെ സഭയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. മിഷണറിമാരുടെ പ്രവർത്തനവും അങ്ങനെയായിരുന്നു. എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമമായിരുന്നു അവിടെ പ്രവർത്തനങ്ങൾ. അതേപോലെ തന്നെ ആ പാരമ്പര്യം നിലനിൽക്കുന്ന ഞങ്ങളുടെ ചർച്ചിനും എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് കോർത്തിണക്കിക്കൊണ്ട് ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ഒരു പുതിയ ഒരു മാതൃക സൃഷ്ടിക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു വലിയ ദൗത്യം കൂടെ ഈ ക്രിസ്മസ് നാളിൽ ഇവിടെ ഉണ്ടാകുകയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും അണിയിച്ചൊരുക്കിക്കൊണ്ട് പ്രത്യേകിച്ച് കേരള ഗവൺമെന്റും കൂടെ അതിനകത്ത് പങ്കുചേരും. ടൂറിസം ഡിപ്പാർട്ട്മെന്റും കൂടെ പങ്കുചേരുന്നു. അപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റും സാംസ്കാരിക കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രതിനിധികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ പ്രോഗ്രാം ക്രമീകരിക്കുന്നത്. ഏകദേശം 9,60,000 ജനസംഖ്യയുള്ള ഒരു മഹാസഭയാണ് ദക്ഷിണ കേരള മഹായിടവ. തിരുവനന്തപുരം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഏകദേശം 17.5 ഏക്കറിലാണ് ദക്ഷിണ കേരള മഹായിടവകയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണ കേരള മഹായിടവയ്ക്ക് അഭിമാനം എന്നോണം ഈ 17.5 ഏക്കർ സ്വത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഓരോ ഭവനത്തിലും യേശുക്രിസ്തു പുതുതായി ജനിച്ച് ക്രിസ്മസ് എത്തിച്ചേരുവാനുള്ള പ്രഘോഷണം അറിയിക്കുക എന്ന ദൗത്യത്തോടൊപ്പം എല്ലാവരുടെയും ഒരു കൂടിവരവ്, മതസൗഹാർദ്ദ കൂടിവരവ് ഈ മഹായിടവക ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഒത്തൊരുമിച്ച് എല്ലാ മതവിഭാഗങ്ങളുമായി ക്രൈസ്തവ സംഘടനയായ ആക്സോട് കൂടി ചേർന്ന് എല്ലാവരെയും ഉൾപ്പെടുത്തി സമർപ്പണത്തിന്റെ ഒരു മനോഭാവത്തോടുകൂടി, സ്നേഹത്തിന്റെ അർപ്പണത്തോടുകൂടി, അനുസരണയുടെ മനോഭാവം അറിയിക്കുന്നതിലേക്ക് വേണ്ടി, ക്രിസ്മസ് എല്ലാവരിലേക്കും എത്തിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ദക്ഷിണ കേരള മഹായിടവയുടെ നേതൃത്വത്തിൽ ഇന്നാളുകളിൽ നടന്നത്. അതിലേക്ക് വേണ്ടി തെക്കൻ കേരളത്തിൽ എല്ലാ മതത്തിലുള്ളവരെയും ദക്ഷിണ കേരള മഹായിടവയിലേക്ക് ക്ഷണിച്ചു. ഇതാണ് പഞ്ചഗവ്യ വിളക്ക്. പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക്. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചഗവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം. ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വീടുകളിൽ വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായ പഞ്ചഗവ്യ വിളക്കും പഞ്ചഗവ്യ ധൂപത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ്. യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കർപ്പൂരം വാഗമൺ സ്പൈസിൽ ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.